ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാക്രോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മൊബൈൽ യൂസ് ചെയ്ത് മാക്രോ വീഡിയോ. അതിൻ്റെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് ബ്രോ, ഇത് വേറെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടല്ലേ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതെനിക്കൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്, വേറെ ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തെല്ലാം ചോദിക്കുമ്പോൾ. ബിക്കോസ് എൻ്റെ ഒരു കണ്ടൻറ്റിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് അവർ സമ്മതിച്ച് തന്നിരിക്കുന്നു. അതെനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഞാനിനി പറയാം. ഞാനത് എൻ്റെ മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ നോർമൽ മൊബൈലാണ്, Realme 2 Pro, ഒരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ്. 14,000 റുപ്പീസിൻ്റെ നോർമൽ ഫോണാണ്. ഇതിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ വേണമെന്ന് തന്നെ ഇല്ല, നമ്മുടെ ഏത് ഫോണിലും, അതായത് ഇപ്പോഴത്തെ എല്ലാ ഫോണും ഓട്ടോ ഫോക്കസും കാര്യങ്ങളും മിനിമം ഒരു 10 മെഗാപിക്സൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും എല്ലാം ഉള്ള മിനിമം ഫോണാണ് എല്ലാം. ഇപ്പോഴത്തെ 6000 രൂപയുടെ ഫോണിലാണെങ്കിലും ഇതെല്ലാം പറ്റും. പക്ഷെ നമുക്കിതൊന്നും അറിയില്ല. ഫോൺ വെച്ച് നമുക്ക് പല രീതിയിലുള്ള ഷൂട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് അന്നത്തെ വീഡിയോ ഞാൻ മാക്രോ ഷൂട്ടിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ പോലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഈ ഫോണെന്ന് പറയുന്നത് മാക്രോ മോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നോർമൽ ഒരു ഫോണാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ഫോൺ യൂസ് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഡ്യുവൽ ക്യാമറ ഉള്ള ഫോണാണെങ്കിൽ പോലും ഡ്യുവൽ ക്യാമറ ഒന്നും വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മൊബൈൽ യൂസ് ചെയ്ത് നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് മാക്രോ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ചൂസ് മോർണിംഗ് ഫോർ ഷൂട്ടിങ്. നമുക്ക് രാവിലെ സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ക്രിയേറ്റേഴ്സിന്. അതായത് രാവിലെയാണ് ഇതുങ്ങളെല്ലാം പുറത്ത് വരുന്നത്. അത് അതിൻ്റേതായ ലോകമാണ് രാവിലെ എന്ന് പറയുമ്പോൾ. നല്ല തണുപ്പും മഞ്ഞും കാര്യങ്ങളൊക്കെ. അതായത് ഒരു 6-6:30 തൊട്ട് ഒരു 8 മണി വരെ. അതിനുശേഷം വെയിൽ വീണ് തുടങ്ങും. ഇതുങ്ങളെല്ലാം ഇതുങ്ങളുടെ കൂട്ടിൽ കയറി. പിന്നീട് നമുക്ക് ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല. സോ മോർണിംഗിൽ തന്നെ ടൈം ചൂസ് ചെയ്യുക. നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തിനേലും ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ സ്ലോ ചെയ്യുക. നമ്മൾ അതായത് വേഗം അതിൻ്റെ അടുത്ത് ചെന്ന് ഓടിപ്പോയി വീഡിയോ എടുക്കാനായിട്ട് ചെല്ലാതെ അതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂവ്മെൻറ്റ് അതുപോലെ അറിയരുത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു സാധനത്തിനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അതിനെ സ്പോട്ട് ചെയ്തു. ഇനി അടുത്ത് വേണ്ട നമുക്ക് ഫോക്കസ് ഫിക്സ് ചെയ്യണം. അതിന് ഒരു ഷോർട്ട് കട്ട് പോലെ ഞാൻ ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കും. അപ്പോൾ അതിൽ നമുക്ക് മിനിമം ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കൈയുടെ ഈ ഭാഗത്തായിട്ട് ഞാൻ ഫോക്കസ് ലോക്ക് ചെയ്തു. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പം ഫോക്കസ് ലോക്ക് ചെയ്തു. എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ബ്ലറായിരിക്കും. ആ ഒരു 3 സെൻറ്റിമീറ്ററിലായിരിക്കും ഫോക്കസ്. അപ്പോൾ ആ ഒരു 3 സെൻറ്റിമീറ്റർ റേഞ്ചിൽ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബില്ലിംഗ് ആയിട്ടുള്ള മോഡലിൻ്റെ പുറകെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാം. ബിക്കോസ് ഈ ടൈപ്പ് സാധനങ്ങളുണ്ട്, ഇവരൊക്കെ ഒന്ന് മെരുക്കിയെടുക്കാൻ ഭയങ്കര സമയമുണ്ട്. അതായത് അവർ നിന്ന് തരത്തില്ല, നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ചില ക്രിയേറ്റേഴ്സ് ഉണ്ട്, നമ്മൾ കുറച്ച് നേരം സ്ലോ ഡൗൺ ചെയ്ത് ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരെ ഉപദ്രവിക്കാനല്ല ചെല്ലുന്നത്. അപ്പോൾ അവർ നിന്ന് തരും. ആദ്യമൊക്കെ അവർ ഓടുമെങ്കിലും പിന്നീട് നമ്മളവരെ കുറേ നേരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ശല്യം ചെയ്യാനല്ല, ജസ്റ്റ് വേറെ എന്തോ ഉദ്ദേശിച്ചോ. അപ്പോൾ അവർ പെട്ടെന്ന് ഓടിപ്പോകില്ല. ഇതുപോലെ വേറെ ചില ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരുടെ പുറകെ നമ്മൾ എത്ര ഓടിയിട്ടും കാര്യമില്ല, അവർ നിന്ന് തരത്തില്ല. സോ അവരുടെ പുറകെ പോയി സമയം കളയാനേ ഇരിക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു മൊബൈൽ മാക്രോ വീഡിയോയെ പറ്റി എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഒന്നുകൂടെ ഞാൻ എല്ലാം റഫായിട്ട് പറയാം. എപ്പോഴും നമ്മൾ രാവിലെ സമയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ ക്രിയേച്ചറിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പം സ്ലോ ഡൗൺ ആയിട്ട് ചെല്ലുക. അതായത് സ്പീഡ് ചെല്ലാതെ സ്ലോ ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക. ക്യാമറയുടെ ഫോക്കസ് ഫിക്സ് ചെയ്തിട്ട് വേണം ക്രിയേച്ചറിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്.
പിന്നെ നമ്മുടെ മുന്നിൽ നിന്ന് തരുന്ന ജീവികളുടെ മുന്നിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാം, അല്ലാതെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണ്. ഒരു മാക്രോ ഷൂട്ടിങ്ങിൽ ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. കുറേ സമയം നമ്മൾ ക്ഷമിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഒരു ഫോട്ടോ കിട്ടും. അതിലും നമുക്ക് ടൈം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വെല്ലിംഗ് മോഡൽസിൻ്റെ അടുത്ത് മാത്രമേ ടൈം സ്പെൻഡ് ചെയ്യാവുള്ളൂ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന DSLR-ഉം ക്യാമറയും ഒന്നും ഇല്ലാത്ത സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്താൽ അവർക്കെങ്കിലും പ്രയോജനപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.